ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ നമ്മളിന്ന് വീക്കെൻഡിലാണ് കൂടുതൽ നമ്മൾ പുറത്ത് വരാറുള്ളത്. സോ ഇവിടെ അടുത്ത് ഒരു സോൾട്ട് മൈൻ ഉണ്ട്. ആൻഡ് ഞങ്ങളിവിടെ ക്രാക്ക് വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളും ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഞങ്ങൾ അവിടെ ഒരുമിച്ച് പോവാണ്. സോ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? എവിടെ ഒരു മിസ്റ്റേക്കും. സോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഇതിർകൂട്ടൻ്റെ സ്ട്രോളർ എടുത്തിട്ടില്ല, കാരണം അവിടെ ലഗേജ് ലോക്കർ ഉണ്ടെങ്കിലും നമ്മൾ പോകുന്നതുകൊണ്ടാവണം അവർക്ക് ലഗേജ് ലോക്കർ ഫെസിലിറ്റി ഇന്നത്തെ ദിവസം ഇല്ലെന്ന് അവർ അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഇതിൻ്റെ സ്ട്രോളർ എടുത്തിട്ടില്ല, ജസ്റ്റ് 2 ബാഗ് എടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ എത്തിയിട്ട് ഞാൻ ടിക്കറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ ഞങ്ങൾ ട്രാം സ്റ്റേഷനിൽ പോവാണ്. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ അവരുടെ വീട്ടിനടുത്ത് നിന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് കയറി ഞങ്ങൾ ഇവിടെ നിന്ന് അവർ ജോയിൻ ചെയ്യും. ഇതിന് പിന്നെ ഇന്ന് നടക്കാൻ ഒരുപാട് സ്കോപ്പുണ്ട്, അതുകൊണ്ട് അവൻ ആസ്വദിച്ചങ്ങ് നടക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യുന്നു, നല്ല ചൂടുണ്ട് പുറത്ത്. അതിന് ഞങ്ങൾ ട്രാം സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രാം വന്നിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്താണ്. ആൻഡ് ഇനി ഇവിടെ നമ്മൾ ഇവിടുത്തെ കയറി 10ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ് പിടിച്ച് വേണം സോൾട്ട് മൈനിലോട്ട്. എന്താ ഇങ്ങനെ? അപ്പം നമ്മളെ കണ്ടില്ലേ? സോ നമ്മൾ ബസ്സിൽ കയറി, ട്രാം ഇറങ്ങി, ബസ് കയറി. ഇനി ഇവിടുന്ന് 5ാമത്തെ സ്റ്റോപ്പിലേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൻ്റെ അകത്ത്, അതുകൊണ്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു വെലിക്സ സോൾട്ട് മൈൻ വരുന്നത് സോൺ 2-ലാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന വീക്കെൻഡ് ടിക്കറ്റ് ആയിരുന്നു. അതിൽ 3 സോണും കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഇൻഫർമേഷൻ, പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ വെലിക്സ സോൾട്ട് മൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ സൊവനിയൂർ കടകളുണ്ടല്ലേ. ഞങ്ങൾ ചുറ്റുമുണ്ടായിരുന്ന സെവനിയർ കടകളൊക്കെ വായി നോക്കി നടന്നു വരുന്ന നേരം കൊണ്ട് ഞങ്ങളുടെ 2പേരുടെയും കെട്ടിയന്മാർ അങ്ങ് ഫ്രണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഞങ്ങൾ കൂടെ വന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഏറ്റും ഡൗട്ടുണ്ട്. സോ നമ്മുടെ എൻട്രൻസ് ഇവിടെ നിന്നാണ്. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ അവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾ മൈനസ് റൂട്ട് എടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു എൻട്രി ആണ്. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചധികം നേരത്തെ നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ നമ്മളിനി വെയിറ്റ് ചെയ്യണം. ഒരു ½ an hour ഓൾമോസ്റ്റ് നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഗൈഡഡ് ടൂർ തുടങ്ങാൻ പോകുന്നത് 12:30 ആൻഡ് നമ്മൾ എടുത്തിട്ടുള്ള ഗൈഡഡ് ടൂർ ഇൻ ഇംഗ്ലീഷ്, പോളിഷിലും വേറെ ഒരുപാട് ലാംഗ്വേജസിൽ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഞങ്ങൾക്ക് 2പേർക്കും വന്നിട്ടുള്ള ടിക്കറ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് 270 zloty, 135 ഈച്ച്. ഇതിൽ കൂടെ തന്നെ ടിക്കറ്റ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞതോട് നോക്കിയപ്പോഴത്തേക്കും വാട്ടർ സ്പ്രേ ചെയ്യുന്ന എൻട്രൻസിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു. നോക്കണമല്ലോ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പലയിടത്തും ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ചൂടെടുക്കുമ്പോൾ അതിൻ്റെ അകത്തോടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ആയിരിക്കണം. സോ നമ്മുടെ ഗൈഡഡ് ടൂറിന് ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നേരെ അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ആദ്യം എത്തുന്നത് ഒരു ഹോൾ ഏരിയയിലാണ്. അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഒരു ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പാണ് ഓരോരുത്തർ താഴെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് 30 ആൾക്കാർ എത്തി. അവരതിന് ശേഷം കൗണ്ട് ചെയ്തിട്ടാണ് താഴെ ഒരു പോർഷൻ വരെ കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, ഇതിൽക്കൂട്ടൻ പേടിക്കുന്നത്. ബട്ട് അവൻ നല്ല അടിപൊളി കൊച്ചായിട്ടായിരുന്നു നമ്മൾ കൂടെ ഈ എൻറ്റയർ ഒരു ജേർണിയിൽ നിന്നത്. ആൻഡ് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മുടെ ഗൈഡ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഗൈഡാണ്, എന്നെ ഫോളോ ചെയ്യണം, നിങ്ങൾ വേറെ എങ്ങോട്ടും പോകരുത്, കളഞ്ഞു പോയാൽ പിന്നെ കണ്ടുപിടിക്കാൻ പാടാണ്. മേ ബി അവർ നമ്മളെ പേടിപ്പിച്ചിട്ടാവണം. ബട്ട് ഐ ഡോണ്ട് നോ. ഷീ വാസ് ലൈക്ക്, നമ്മൾ ഓരോ ഡോറ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് നെക്സ്റ്റ് ഡോറിലോട്ട് പോകുന്നത്. ആൻഡ് ഹിയർ ദ ജേർണി ബിഗിൻസ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു 100-800 പടിയോളം താഴോട്ട് ഇറങ്ങണം. നമ്മൾ ഇറങ്ങി കറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ നോക്കുന്നുണ്ട്, താഴെ എങ്ങനെയായിരിക്കും കാഴ്ചയെന്ന്. വീണ് പോകുന്ന നല്ല പേടിയുണ്ടായിരുന്നു. ആൻഡ് കൂട്ടത്തിൽ ഒരുപാട് കുട്ടി മക്കളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ സ്റ്റേജൊക്കെ എണ്ണുന്നുണ്ടായിരുന്നു. Again, we are now on the first level of the Lichka salt mine called Bono, 64 meters under the ground. You are in the mine which has been in operation for 7 centuries, one of the oldest salt mines in the world. The unique character of this mine was confined by entering it to the very first UNESCO list of natural and cultural heritage, just among the other 12 places in the world. Now some safety rules. Please don't use any open fire. Do not smoke cigarettes. Make sure you follow me. Do not separate from our group because there are hundreds of kilometers of tunnels here and more than 2,300 chambers in the mine. So this is very easy to get lost in the dark and not that easy to be found. My name is Kinga and looks like since now I am the only person who knows the way out. നമ്മുടെ ഗൈഡ് വീണ്ടും നമുക്ക് റിമൈൻഡർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കളഞ്ഞു പോരുത്, അൽക്കുലത്ത് പണികളൊന്നും ചെയ്യില്ലെന്നൊക്കെ. നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരുപാട് സ്റ്റാച്യൂസ് കാണും, ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണും. ആൻഡ് മിക്ക സ്ഥലങ്ങളിലും ഇതിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്ന പോർഷൻസ് കാണും. 750 വർഷം പഴക്കമുള്ള ഈ ഒരു സോൾട്ട് മൈനിന്റെ ഒട്ടുമിക്ക ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുള്ള സോൾട്ടും വുഡും കൊണ്ടാണ്. ബിക്കോസ് മെറ്റൽസ് യൂസ് ചെയ്ത് അവിടെ വരുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം ഈ ഒരു സ്ട്രക്ചർ ഒരിക്കലും
ഇത്രയും നാളെ നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്ത് വെലീച്കയും പിന്നെ ക്രാക്കോയുടെ ഒട്ടുമിക്ക ചുറ്റളവിലുണ്ടായിരുന്ന ഫോറസ്റ്റിൽ നിന്നൊക്കെ മരങ്ങൾ വെട്ടിയിട്ടാണ് അവർ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തത്. അതുമാത്രമല്ല ഒരു പോയിന്റിൽ അവർക്ക് പുറത്തുനിന്ന് മരങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയായി. എന്തായാലും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോയി പറയാം. നമുക്കിനി ഓരോന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. Salt used to be very precious thing. Salt used to be currency. Salt used to be called white gold. So this is obvious that because of the high value of the rock salt, from the very beginning of this mine existence, from 1200s, 13th century, this mine belonged to the Polish kings. King's Workers, King's Company, and actually very important company for the Polish kingdom. I don't know if you've been to the neighboring Krakow City. Have you been? ഇവിടെ നിന്നിട്ട് സോൾട്ട് മൈൻ തുടങ്ങുന്നതെന്ന് അവർ പറയുന്നു. ആ ശരിയാ കേട്ടോ, ഒരു ഇതുണ്ട് കേട്ടോ. അയ്യോ ശരിയാണല്ലേ, ഉപ്പാണ്. ഞാനത് കൈ തൊട്ട് നോക്കിയിട്ടൊന്ന് നാക്കിന്റെ തുമ്പത്ത് വെച്ചു. Excavation was to follow it inside, just leaving a salt layer around the salt chamber. So we are standing on the salt, ceiling, walls, and the statue. This is rock salt. This is Nicolaus Copernicus chamber, very famous Polish astronomer who visited Wieliczka salt mine in 1493, so in 15th century. He was in the first tourist. In 1400. ഇത് ഉപ്പാണോ? ഇത് കല്ലേ. ആൻഡ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു മുത്തശ്ശി കഥയാണ്. അതായത് എങ്ങനെയാണ് ഈ സോൾട്ട് മൈൻ കണ്ടുപിടിച്ചതെന്നുള്ളത്. When a Polish prince called Bolesław proposed to Hungarian Princess Kinga, her father, King Bela, insisted on a traditional dowry. But Kinga came up with another idea. She knew that no rock salt was mined in Poland and decided to ask her father for a group of salt miners. She wished to find salt in Poland with their help. Without a second thought, the king presented to Kinga an entire salt mine in Hungary. The princess visited the mine on her way to Krakow. She came near the mine shaft and, surprisingly, threw her engagement ring into it. When she arrived to her new country, she requested the miners to look for salt. The result came soon. The miners discovered salt deposits near Krakow that gave Poland centuries-long prosperity. They say that Kinga's engagement ring was found in the first salt lump extracted. So in such miraculous way, salt was transferred from Hungary to Poland. ആ ഒരു ഹിസ്റ്ററി നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ ഞാൻ വിചാരിച്ചു അത് ഈ വീഡിയോയിൽ ഇരിക്കട്ടെ, വെറുതെ ഞാൻ പറഞ്ഞ് കഷ്ടപ്പെടണല്ലോ. പിന്നെ ഈ കാണുന്ന ഉപ്പാണ് കേട്ടോ ഗൈസ്, നമ്മുടെ ഗൈഡ് കിങ്ക, അതാണ് പുള്ളിക്കാരുടെ പേര്. പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി വിശ്വാസം വന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഞാനെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് ഉപ്പ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നാൽ നമുക്ക് നല്ല ഹെൽത്തി എയർ ബ്രീത്ത് ചെയ്യാന്നാണ് അവർ പറയുന്നത്. കാരണം സോൾട്ട് മൈൻ്റെ അകത്തുള്ള എയർ കംപ്ലീറ്റ്ലി ബാക്ടീരിയ, വൈറസ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സോൾട്ട് മൈൻ്റെ അത് ഒരുപാട് യൂണിക് മെഷീനറി ആൻഡ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. മേ ബി ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റാച്യൂസ് ഒക്കെ ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത് റിസംബിൾ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്നൊരു ചാപ്പലിനകത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇതല്ല, ഇതിന് ശേഷം ഒരു ചാപ്പലുണ്ട്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് അത് കാണാനാണ്. ബിക്കോസ് അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ ലൈറ്റ്സ് പോലും സോൾട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സോ ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ ഗൈഡ് നമുക്കൊരു 10 മിനിറ്റ് സമയം തരും നമുക്ക് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈവൻ നമുക്ക് റെസ്റ്റ് ചെയ്യാനും കൂടെ. ബട്ട് നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ കിട്ടിയത്. പിന്നെ നമുക്ക് തൊട്ട് ബാക്കിൽ നിന്ന് വേറെ ഗ്രൂപ്പും ഉണ്ട്. ആൻഡ് വി ഹാഡ് ടു ക്ലിയർ ദാറ്റ് പ്ലേസ്. 10 മിനിറ്റ് ഒരുപാട് സമയം കുറഞ്ഞു എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഈ ഒരു സ്പോട്ട് മാത്രമായിരുന്നു എൻ്റെ അകത്ത് ഫോട്ടോ സ്പോട്ടായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് എൻറ്റയർ ചേർച്ച് അതും സോൾട്ട് വെച്ചിട്ടാണ് കാർവ് ചെയ്തത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. ദെൻ നമ്മൾ ആ ലിഫ്റ്റ് എടുത്ത് 8 സ്ലോട്ട് പേ ചെയ്ത് നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ നിന്നൊരു പനോരമിക് വ്യൂ എൻജോയ് ചെയ്യാം. ആക്ച്വലി ഈ വ്ളോഗിൽ എനിക്ക് ഒരുപാട് പറയേണ്ടി വന്നില്ല. ഇത് ലാസ്റ്റ് പോയിൻ്റാണ്. നമ്മുടെ ഗൈഡ് നമ്മൾ എല്ലാം പറഞ്ഞ് നിർത്തുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മളാണ് വഴി കണ്ടുപിടിച്ച് പോകേണ്ടല്ലേക്കാ. ആദ്യം കയറുന്നില്ലെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ 8 സ്ലോട്ട് മുടക്കിയും 4 പേരും കൂടെ എൻ്റെ മുകളിൽ കയറി. ആക്ച്വലി 8 സ്ലോട്ട് ഒരാൾക്കാണ്, 32 സ്ലോട്ട് മുടക്കി ഞങ്ങൾ 4 പേരും കയറി. കയറിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് വെറുതെ കയറിയത്. വെറുതെ കാശ് പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ താഴെ നോക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ 8 സ്ലോട്ട് കൊടുത്തത്.
ആൻഡ് ആ ഒരു സ്പോട്ടിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ആക്സസബിൾ അല്ലായിരുന്നു. ജസ്റ്റ് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മുടെ ലിഫ്റ്റിൻ്റെ തൊട്ട് സൈഡ് അൾട്രാ വയലറ്റ് റേസ് അടിക്കുമ്പോൾ ഓരോ മിനറൽസിൻ്റെ കളർ ചേഞ്ച് ആവുന്ന ഒരു പോർഷനും കൂടെ ഉണ്ടായിരുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ആദ്യത്തെ ലിസ്റ്റിൽ ഇവിടെ പോളണ്ടിൽ നിന്ന് 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്ത സോൾട്ട് മൈനും, പിന്നെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റൈനക്ലൗണ്ടിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗൈഡഡ് ടൂറിന് എൻഡ് പോയിന്റ് ആയിരുന്നു ആ ഒരു സ്പോട്ട്. അതിനുശേഷം നമ്മൾ തന്നെ സ്വയം വഴി കണ്ടുപിടിച്ച് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങണം. ആ പോകുന്ന റൂട്ടിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഹോള് കണ്ടത്. നല്ല ഭംഗിയായിട്ട് അവരോട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സോൾട്ടാണ്, കണ്ടാൽ പറയും എന്തൊരു ഭംഗിയാണല്ലോ അത് കാണാൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡിൽ ഒരുപാട് സോവിനിയർ ഷോപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് തീർന്ന് അകത്തുള്ള ഒട്ടുമിക്ക കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തീർന്നതിന് ശേഷം ഇപ്പൊ നേരെ നമ്മുടെ എക്സിറ്റ് അടിക്കാനുള്ള ലിഫ്റ്റിന്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇല്ല നമ്മുടെ ബാക്കിൽ നിന്ന് ഇവരുടെ ആളുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത നമ്മുടെ ഫൈനൽ ലിഫ്റ്റ് ഇതാണ്. ആക്ച്വലി ഈ ലിഫ്റ്റിന്റെ അകത്തുണ്ടായിരുന്ന ഗാർഡ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ 6 പേര് ഭയങ്കര ലക്കിയാണ്, അല്ലെങ്കിൽ ഒരു 10-20 പേര് ഒരുമിച്ചാണ് ഈ ലിഫ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത്, നിങ്ങൾ ഭയങ്കര വിശാലമായിട്ടാണ് ഇനി മുകളിലോട്ട് പോകാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? വൺസ് വിസിറ്റ് അല്ലേ? ഇത് ലാസ്റ്റാ 135 meters. അങ്ങനെ ലിഫ്റ്റ് കയറി നമ്മളിതാ മുകളിൽ വന്നിട്ടുണ്ട്. ഇതിൽക്കൂടെ നല്ല ഉറക്കമാണ്. സോ നമ്മൾ ഇനി ഇവിടെ നേരെ വീട്ടിലോട്ടാണ് പോയത്. പിന്നെ അതിനുശേഷം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ക്ഷമയും ഒരു ആരോഗ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ സോൾട്ട് മൈൻ വിസിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ സ്റ്റോപ്പിലോട്ട് പോയിട്ടുണ്ട്. സോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സോൾട്ട് മൈൻ? ഒരു വട്ടം പോകാനുള്ളതുണ്ട്, അതിനുള്ളത് ഇപ്പോൾ നിങ്ങൾ കുട്ടികളില്ലാതെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മൈനേഴ്സ് റൂട്ട് സജസ്റ്റ് ചെയ്യും. കാരണം അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും ഇവരുടെ സൈഡിൽ നിന്ന്. അത് വേണമെങ്കിൽ ഒരു സൊവീനിയറല്ല, ഒരു കളക്ഷനായിട്ട് വയ്ക്കാമല്ലേ. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.